കൊച്ചി പോയി ക്ഷണം മാറ്റാൻ വേണ്ടി അടുത്ത തീറ്റ് നമ്മൾ പോയത് കോഴിക്കോടേക്ക് ആയിരുന്നു. രാവിലെ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടെല്ലാം കൂടി ഇറങ്ങുമ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് മതി അടുത്ത പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോയത് തക്കാരത്തിലേക്കായിരുന്നു. പല ഫുഡ് ഓർഡർ പറഞ്ഞിട്ടാണ് കയറിയത്. എന്നാലും എല്ലാവരും ഓർഡർ ചെയ്തത് അവസാനം ഈ ഒരു സാധനമായിരുന്നു, ചട്ടിച്ചോറ്. അങ്ങനെ ബില്ല് അവസാനം എത്തിയത് എന്റെ കയ്യിൽ. അങ്ങനെ ആ ക്ഷണം മാറ്റാൻ വേണ്ടി പോകുന്ന വഴിക്ക് പായസം പൊളിയും കണ്ട് അതും മേടിച്ചു കുടിച്ചു. പിന്നെ നേരെ പോയത് ലേഡി ലോഫലോയിലേക്കായിരുന്നു. അവരവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അഹാന കൃഷ്ണയുടെ മാംഗോ സ്റ്റിക്കി റൈസ് അവിടെ കാണാൻ ഉണ്ടായത്. അങ്ങനെ നമ്മൾ അതന്നെ ഓർഡർ ചെയ്ത്. മാങ്ങയും തേങ്ങാപ്പാലും ചോറുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഓർഡർ ചെയ്തതുകൊണ്ട് എല്ലാവരും വട്ടത്ത് കുത്തിരുന്നത് അങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്ത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ലേഡി ലോഫലോന്റെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ്. അതൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്തൊക്കെ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ഒരു ട്രെൻഡിങ് വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ നേരെ പോയി ചായ കുടിച്ചു. ബീച്ചിൽ നിന്നുള്ള എന്തൊക്കെയോ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് പോയത്. ബീച്ച് എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ. പിന്നെ നമ്മൾ നേരെ പോയത് നെസ്റ്റോയിലേക്കായിരുന്നു. സ്കൂളൊക്കെ തുറക്കാനായിക്കുന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് എതും വന്ന് അങ്ങനെ ഓളോളെ ലിസ്റ്റൊക്കെ പുറത്തെടുത്ത് ഓരോന്നും വാരിയിടാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളും മേടിച്ചു. പിന്നെ നമ്മൾ നേരെ ബില്ലിംഗ് കൗണ്ടറിലെത്തി. ഇത് നമുക്ക് പൈസ കുറച്ച് കിട്ടിയാൽ കൊണ്ട് വാങ്ങിയ പെട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അതിൽ തന്നെ കുത്തിക്കയറ്റി നമ്മൾ അതിന്റെ ഉദ്ഘാടനം കഴിച്ചു. പക്ഷെ ഇന്നത്തെ കോഴിക്കോട് പോക്കും എനിക്ക് വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. ബില്ലിന്റെ നിങ്ങളും കണ്ടില്ലേ. അങ്ങനെ എല്ലാം കൂടി ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങി നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഇനി ഞങ്ങളൊരു പാട്ട് കേട്ടോടി.